തിരുവാതുക്കൽ ഇരട്ട കൊലപാതക കേസിൽ അതായത് ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ വിജയകുമാറിൻ്റെയും ഭാര്യ ഡോക്ടർ മീരയുടെയും കൊലപാതകത്തിന് പിന്നിൽ ആര് എന്ന ചോദ്യങ്ങൾക്ക് പോലീസ് ഉത്തരം നൽകി കഴിഞ്ഞു. പ്രതി ഇതിനകം ജയിലിലാകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ പല സംശയങ്ങളും ബാക്കിയാണ്. ഈ പ്രതി ഒറ്റയ്ക്കാണോ ഈ കൊലപാതകം ചെയ്തത്, ഒറ്റയ്ക്കെത്തിയാണോ ഇയാൾ ഇത് ചെയ്യുന്നത് എന്നതടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. അവിടെയാണ് ഈ ദൃശ്യങ്ങൾ പ്രധാനമാകുന്നത്. ഈ പ്രതി അമിത് ഒറാങ് ഈ പോലീസ് പറയുന്നത് പോലെ പ്രതി നൽകിയ മൊഴി പോലെ തന്നെ വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങളാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. അതായത് പ്രതി രാത്രി 10 മണിയോടുകൂടിയാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തുന്നത്. അതായത് രാത്രി 10 മണിയോടുകൂടി ലോഡ്ജിൽ നിന്നിറങ്ങി തൊട്ടടുത്തുള്ള 100 മീറ്റർ അകലെയുള്ള റെയിൽവേ സ്റ്റേഷനിലെത്തുന്നു. പോലീസ് പറഞ്ഞതുപോലെ പ്രതി മൊഴി നൽകിയതുപോലെ അവിടെ ഏതാണ്ട് 3 മണിക്കൂറോളം കാത്തു നിൽക്കുകയാണ്. അതായത് ഏതാണ്ട് 2-2.5 മണിക്കൂറോളം കാത്തു നിൽക്കുന്നുണ്ട്. അവിടെയാണ് ഈ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുന്ന ദൃശ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. ഈ പ്ലാറ്റ്ഫോം ടിക്കറ്റാണ് ഇവിടെ നിന്ന്, അതായത് ഈ വീട്ടിൽ നിന്ന്, കൊലപാതകം നടന്ന വീട്ടിൽ നിന്ന് പോലീസിന് ആദ്യം കിട്ടി. ഇതായിരുന്നു ആ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി വന്നത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഓട്ടോ ഡ്രൈവർക്കൊപ്പം കയറി തിരുവാതുക്കൽ ജംഗ്ഷനിൽ ATM കൗണ്ടറിന് സമീപം, അവിടെയാണ് ഒരു വെളിച്ചമുള്ള സ്ഥലം, അവിടേക്ക് ഈ പ്രതി ഇറങ്ങുന്നു. രാത്രി 12:10 അവിടെ ഇറങ്ങിയ ശേഷം പ്രതി നടന്നു പോകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പ്രതി നടന്നു പോകുന്നത് കുമരകം റോഡിലേക്കാണ്. അതായത് വേണമെങ്കിൽ ഇപ്പുറത്തുള്ള ഈ താഴ്ത്തങ്ങാടി പോലുള്ള ഭാഗത്തേക്കൊക്കെ ബന്ധിപ്പിക്കാവുന്ന, അർത്തൂട്ടി ഭാഗത്തേക്കൊക്കെ പോകാവുന്ന റോഡിലേക്ക് പോകാൻ കഴിയുമെന്നിരിക്കെ പ്രതി കുമരകം ഭാഗത്തേക്കാണ് നടന്നു പോകുന്നത്. അതായത് ഈ വീടിൻ്റെ പിൻഭാഗത്തേക്ക് എത്താൻ പ്രതിക്ക് സാധിക്കുന്ന, അത് മുൻഭാഗത്തുള്ള കാഴ്ചകളാണ് ഒരുപക്ഷെ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ടാകുക. പക്ഷെ പിൻഭാഗത്തേക്കുള്ള റോഡിലേക്ക് എത്താൻ ഈ പ്രതി പോകുന്നു. അവിടെ ഏതാണ്ട് ഒരു അരമണിക്കൂറോളം പിന്നീട് ഈ പ്രതി അപ്രത്യക്ഷനാകുന്നു. ദൃശ്യങ്ങളിൽ ഇതുവരെ പുറത്തു വന്ന ദൃശ്യങ്ങളിലൊന്നുമില്ല. പിന്നീടാണ് 12:35 ഈ പ്രതി ഈ വീടിൻ്റെ സമീപത്തെ ഗേറ്റിലേക്ക് എത്തുന്ന ദൃശ്യം, നടന്നു പോകുന്ന ദൃശ്യം പുറത്തു വരുന്നത്. ഈ 12:35 ഈ മതിൽ ചാടി കടക്കുന്ന പ്രതി പിന്നീട് പോകുന്ന ദൃശ്യമാണ് വളരെ പ്രധാനപ്പെട്ടത്. 3:42 DVR കളയാൻ വേണ്ടി ഈ പ്രതി തൊട്ടടുത്തുള്ള തോട്ടിലേക്ക് പോകുന്നത്. അതായത് ഈ അമിത് ഒറാങ് മാത്രമാണ് ഈ ദൃശ്യങ്ങളിലെല്ലാം ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഇത് കേവലം ഈ ഒരു CCTV ദൃശ്യങ്ങളുടെ മാത്രമല്ല, CCTV ദൃശ്യങ്ങൾ ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട തെളിവാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ CCTV ദൃശ്യങ്ങൾക്കപ്പുറം പോലീസിനെ സംബന്ധിച്ച് ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറുന്നത് ഏതാണ്ട് 12ഓളം ഫിംഗർ പ്രിൻറ്റുകളാണ്. പോലീസ് പറയുന്നത് ഈ സംഭവത്തിന് ഇതിനുള്ളിലേക്ക് കടന്ന ശേഷം പ്രതി അവിടെ നിന്ന് ഈ വാതിലെല്ലാം വാതിൽ പൊളിക്കുകയല്ല, ജനലിന് ചെറിയ തുളയിട്ട ശേഷം അതുവഴി ഒരൊറ്റ കുറ്റി മാത്രമേ ഈ വീടിന് ഇടാറുള്ളൂ എന്നുള്ളത് പ്രതിക്കറിയാം. പ്രതി ഏതാണ്ട് 8 മാസത്തോളം ഇവിടെ ജോലി ചെയ്തതാണ്. അത് തുറക്കുന്നു, ഉള്ളിലേക്ക് കടക്കുന്നു. അതായത് ഒരേ ഒരു കുറ്റി തുറന്ന് ഉള്ളിലേക്ക് കടക്കുന്നു. മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്ന ഇയാളെ വീക്ഷിക്കുന്നു. ഇയാളെ എങ്ങനെ വകവരുത്താമെന്ന് ശ്രമിക്കുന്നു. ആദ്യം വിളക്കെടുക്കുന്നു. ഈ വിളക്കിൽ CCTV ദൃശ്യം വ്യക്തമാണ്. ഈ വിളക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, പോലീസ് ആദ്യം ഈ വിളക്കിൻ്റെ ഫിംഗർ പ്രിൻ്റ് എടുക്കാൻ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പല തട്ടുകളായി ഈ വീട്ടിൽ വിളക്കുകൾ ഇരിപ്പുണ്ട്. പക്ഷേ ആ തട്ടിലെ ഒരേ ഒരു വിളക്ക് മാത്രം സ്ഥാനം മാറിയിരിക്കുന്നത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ വിളക്കിൻ്റെ ഫിംഗർ പ്രിൻ്റ് പോലീസ് എടുക്കുന്നത്. അതടക്കം മാച്ചാവുന്നുണ്ട്. സാധാരണ ഈ കൊലപാതകം ചെയ്ത കോടാലി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ വീട്ടിലേക്ക് കയറിയ ഈ ജനൽ, അവിടെയൊക്കെ ഫിംഗർ പ്രിൻറ്റുകൾ ഉണ്ട് എന്നിരിക്കെ അഥവാ ഇത് തുറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അമ്മിക്കല്ലുകൊണ്ട് ഇടിച്ച് പൊളിക്കാമെന്നുള്ളതായിരുന്നു പ്രതിയുടെ പദ്ധതി. അത് വേണ്ട. അത് ഉണ്ടായാൽ ഇവർ ബഹളം കേട്ട് ഉണർന്നാൽ ഒരുപക്ഷെ നാട്ടുകാരെ വിളിച്ചു കൂവിക്കഴിഞ്ഞ് നാട്ടുകാർ ശബ്ദം കേട്ടാൽ എന്ന് കരുതുന്നതുകൊണ്ടാണ് ഉറങ്ങുന്ന സമയത്ത് വിജയകുമാറിനെ വകവരുത്താൻ ശ്രമിച്ചത് എന്നുള്ളതാണ് പ്രതി നൽകിയിരിക്കുന്ന മൊഴി. ഫലത്തിലുള്ള സാഹചര്യ തെളിവുകളും അവിടെയുള്ള ഫിംഗർ പ്രിൻ്റ് അടക്കമുള്ള കാര്യങ്ങളും എല്ലാം വ്യക്തമാക്കുന്നത് ഇതാണ്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട വിളക്കെടുത്ത് കൊണ്ടുപോകുമ്പോഴും വിളക്കിന് കാര്യമായ ഭാരമില്ല, അതുകൊണ്ട് അടിച്ചാൽ ഇയാൾ ചാകില്ല എന്ന് വ്യക്തമാകുന്നു. വീടിനുള്ളിൽ തന്നെ ഇരിക്കുന്ന കോടാലി എടുത്തുകൊണ്ട് അയാൾ ഈ പ്രതിയെ വെട്ടുന്നത് ശരീരത്തിൽ രക്തം തെറിക്കാതെ അകന്ന് നിന്നുകൊണ്ട്, കോടാലി കൈയുടെ അറ്റത്ത് പിടിച്ചുകൊണ്ട് അകന്ന് നിന്നുകൊണ്ടാണ് തലയ്ക്ക് പിന്നിൽ ആദ്യം അടിക്കുന്നു. ചെറിയ ഞരക്കമുണ്ടാകുന്നു. പിന്നീട് വീണ്ടും അടിക്കുകയും വെട്ടുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ശബ്ദം കേട്ടാണ് ഭാര്യ മീര
പുറത്തേക്ക് എണീറ്റുകൊണ്ട് ആരാണ് അവിടെ എന്ന് ബെഡിലിരുന്നുകൊണ്ട് തന്നെ ചോദിക്കുന്നത്. അപ്പോഴത്തേക്കും വിജയകുമാറിനെ ഇയാൾ വകവരുത്തിയിരുന്നു. തൊട്ട് പിന്നാലെ ആ മുറിയിലേക്ക് ചെല്ലുന്നു. ആ മുറിയിൽ വെച്ച് മീരയെയും വകവരുത്തുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരു കാര്യം പ്രധാനപ്പെട്ടതായുള്ളത്, ഇരുവരും വിവസ്ത്രരായിരുന്നോ എന്നൊക്കെയുള്ള ചോദ്യം പലപ്പോഴും ഉന്നയിക്കുന്നുണ്ട്. പോലീസും അക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നുണ്ട്. വിജയകുമാർ ഒരു മുണ്ട് ഉടുത്തിരുന്നു, പക്ഷേ ഈ മൽപ്പിടുത്തത്തിനിടയിൽ, ഈ അക്രമത്തിനിടയിൽ ആ മുണ്ട് നഷ്ടപ്പെട്ടു എന്ന് മാത്രമാണുള്ളത്. ഈ മീരയെ സംബന്ധിച്ചും അവർ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരമാണ് പുറത്തു വരുന്നത്. അത് വസ്ത്രത്തിൻ്റെ സ്ഥാനം മാറിക്കിടന്നിരുന്നു. പക്ഷേ പലപ്പോഴും ഇത്തരം പ്രതികൾ ക്രൂരകൃത്യം വളരെ ഭീകരമായ ക്രൂരകൃത്യമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ചിലപ്പോൾ ഏതെങ്കിലും ലൈംഗികാതിക്രമം ഈ പ്രായമായ സ്ത്രീയോടൊക്കെ കാണിച്ചോ, കാരണം ഈ പ്രതി അത്രയും ക്രൂരനാണ്, അത്ര ക്രൂരമായ കൊലപാതകമാണ് നടത്തിയത്, അങ്ങനെ കാണിച്ചോ എന്ന സംശയമുണ്ടായിരുന്നു. പക്ഷേ പോസ്റ്റ്മോർട്ടം പരിശോധനയിലടക്കം അത്തരം വൈകൃതങ്ങളോ അല്ലെങ്കിൽ ലൈംഗികമായ എന്തെങ്കിലും സ്പർശനം പോലും ഇവരുടെ ഭാഗത്ത് ഉണ്ടായതായിട്ടുള്ള ഒരു വിവരവും ഇതുവരെയുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി ഒരു കാര്യം കൂടിയാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. വളരെ ബുദ്ധിമാനായ കൊലയാളി എന്നൊക്കെ വിശേഷിപ്പിക്കുമ്പോൾ പോലും ഇയാൾ അവശേഷിപ്പിച്ചത് ഈ DVR പരിശോധന നമുക്കറിയാം. കോടതിയാണ് ഇനി അത് ലാബിലേക്ക് അയച്ച് പരിശോധിക്കുന്നത്. ആ കോടതിയുടെ പരിശോധനയിൽ ഈ വീടിനുള്ളിലെ CCTV ദൃശ്യങ്ങൾ, ഒരുപക്ഷെ ബെഡ്റൂമിൽ ഒരുപക്ഷെ CCTV ദൃശ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല, സാധാരണ അത്തരം വെക്കാറില്ല. പക്ഷേ വീടിനുള്ളിലുള്ള CCTV ദൃശ്യങ്ങൾ, വീടിൻ്റെ പുറത്തുള്ള CCTV ദൃശ്യങ്ങൾ, ഇയാൾ കടന്നു വരുന്ന അടക്കമുള്ള കാര്യങ്ങൾ അത് പോലീസിന് ഒരുപക്ഷെ വീണ്ടും ലഭിക്കും. അങ്ങനെ അതും ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറും. അതായത് പുതിയ കാലത്ത് എങ്ങനെയൊക്കെ ഒളിക്കാൻ ശ്രമിച്ചാലും അതൊക്കെ പിടിക്കാൻ കഴിയുന്ന, കുറ്റകൃത്യങ്ങളൊക്കെ പിടിക്കാൻ കഴിയുന്ന നിലയിൽ നമ്മുടെ നാട്ടിൽ CCTVകൾ അടക്കം വളരെ വ്യാപകമായത് ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് നമ്മൾ പുറത്തുവിടുന്ന ഈ CCTV ദൃശ്യങ്ങളിൽ നിന്നും അടക്കം വ്യക്തമാകുന്നത്. അതായത് പ്രതി പറയുന്ന ഓരോ കാര്യങ്ങളും അത് വളരെ കൃത്യമാണോ എന്ന് പോലീസിന് വളരെ പെട്ടെന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഈ പ്രതിയാണെങ്കിൽ പിടിക്കപ്പെട്ട ശേഷം അങ്ങനെ കാര്യമായ കളവുകളൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതായത് കളവുകൾ പറഞ്ഞിട്ടില്ല. അതായത് പോലീസ് പിടിക്കപ്പെട്ടു എന്നറിഞ്ഞതോടെ എല്ലാ കാര്യവും തുറന്നു പറയുന്ന നിലയാണുള്ളത്. അത് പോലീസ് കേവലം വെറുതെ പറയുക അല്ലെങ്കിൽ പ്രതി കള്ളം പറഞ്ഞതല്ല എന്ന് ബോധ്യപ്പെടുത്താൻ ഇത്തരം ശാസ്ത്രീയ തെളിവുകളൊക്കെ CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് ഗുണമായി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള. എന്തായാലും വളരെ പ്രധാനപ്പെട്ട കേസായി ഇത് വരുമ്പോൾ എങ്ങനെയാണ്, ഏത് സമയത്ത്, എങ്ങനെ അമിത് ഒറാങ് വിജയകുമാറിന്റെ ശ്രീവത്സം വീട്ടിലെത്തി കൊലപാതകം നടത്തിയെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.